അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് കർക്കിടക മാസത്തെ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാരുടെ എങ്ങനെയാണ് അവരുടെ സ്കിന്നിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്കിൻ ഭയങ്കര ഓയിലിയാണ്, അതുപോലെ തന്നെ കോമ്പിനേഷനാണ്. എന്താ ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് വെച്ചാൽ നമുക്ക് മിക്സ് ചെയ്തിരിക്കും അല്ലേ. ചില ആൾക്കാരുടെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോസിൻ്റെ അവിടെ, ഫോർഹെഡ്, ചിന്നിൻ്റെ അവിടെയൊക്കെ കുറച്ച് ഓയിലി ആയിരിക്കും. പക്ഷെ നമ്മുടെ ഫേസിൻ്റെ രണ്ട് ഭാഗത്തും നമ്മുടെ കവിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഒരു ഡ്രൈനെസ്സും ഒരു നോർമലും ആയിരിക്കും, ചിലപ്പോൾ ഇച്ചിരി ഡ്രൈയും ആയിരിക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സ്കിൻ ടൈപ്പിനെയാണ് നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓയിൽ അല്ലെങ്കിൽ സെബം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഈ ഒത്തിരി ഓയിലി വരുമ്പോൾ നമ്മുടെ സ്കിൻ എപ്പോഴും ഒരു ഡള്ളായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത് അല്ലേ. സ്കിൻ എപ്പോഴും ഭയങ്കര ഓവർ ഡള്ളായ പോലെ തോന്നും, കറുത്തിരിക്കുന്ന പോലെയൊക്കെ. മിക്ക ആൾക്കാരും പറയും ഓയിൽ അപ്ലൈ ചെയ്ത ഫേസ് ഭയങ്കര ഡള്ളാവുന്നു, ഭയങ്കര കറുത്തിരിക്കുന്ന പോലത്തെ ഫീലാണെന്ന്. അതുപോലെ തന്നെ സ്കിൻ ഓയിലി ആയിട്ടുള്ളവർക്ക് ഇച്ചിരി ഒരു ഡസ്കി ആവാനുള്ള ചാൻസ് കൂടുതൽ. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ഓയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ സ്കിൻ ടെക്സ്ചറും അത്രയും ആ ഒരു രീതിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എങ്ങനെയാണ് മോയ്സ്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മാസത്തെ ഒരു സ്കിൻ കെയറിൽ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർ എടുക്കേണ്ട പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒരു ജെൽ ബേസ്ഡ് ആയിരിക്കണം, വാട്ടർ ബേസ്ഡ് ആയിരിക്കണം, ഈ ഒരു രീതിയിലായിരിക്കണം. എല്ലാം തന്നെ ഒരു രീതിയിൽ ക്രീമോ ഓയിലോ നമുക്ക് ആവശ്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ ഒരു ക്ലെൻസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാൽപ്പമരാതി ക്ലെൻസർ അത് ഓയിലാണോ ചോദിച്ചാൽ നമുക്ക് 100% ഓയിലാണെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇത് ആയുർവേദിക്കാണ്. അതുപോലെ തന്നെ നമ്മളിത് മിൽക്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ ഒരു രീതിയിലോ ഓയിലോ ഒന്നും തന്നെ ഇല്ല. ഇതുപോലത്തെ ഒരു യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നെങ്കിൽ ഓയിലി സ്കിന്നിന് ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. കാരണം ഓയിലി സ്കിന്നുകാർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു സ്കിന്നിൽ ഭയങ്കര, കാരണം അവർക്ക് ആവശ്യത്തിന് ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് വരാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ഒന്ന് ജെൽ ബേസ്ഡ്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. മാക്സിമം ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കണം കേട്ടോ. വെള്ളം നല്ലപോലെ കുടിക്കണം. സ്കിൻ ഓയിലി ആണല്ലോ, ആവശ്യത്തിൽ കൂടുതൽ മോയ്സ്ചർ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യാതെ ഇരിക്കരുത്, വെള്ളമൊന്നും കുടിക്കാതിരിക്കരുത്. അതും മഴക്കാലം ആണെങ്കിലും ശരി, നല്ല രീതിയിൽ വെള്ളം എപ്പോഴും, എല്ലാവർക്കും വെള്ളം ആവശ്യമാണ്, വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതും. പിന്നെ നമുക്ക് ഈ ഒരു സ്കിൻ ടൈപ്പുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓവർ എക്സ്ഫോലിയേഷൻ പാടില്ല. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഡ്രൈ സ്കിന്നിനെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുവാണ്, ഒത്തിരി നമ്മൾ സ്ക്രബ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ഈ ഒരു മാസം കുറയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ആവി പിടിക്കുക കേട്ടോ, അത് ഭയങ്കര ഒരു റിസൾട്ടാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് ഓവർ സ്ക്രബ് ചെയ്യാതെ ഒരു എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റീം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് ആവി പിടിക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ചെയ്യാം. അതുപോലെ തന്നെ നല്ല നല്ല ഒത്തിരി പാക്കുകൾ നമുക്കുണ്ട്. അതുപോലത്തെ പാക്കുകൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ഉപയോഗിച്ച് വന്നാൽ നല്ലതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ ഞാൻ വീണ്ടും എടുത്ത് പറയുവാണ്, നമ്മളുടെ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൻ്റെ ഓയിലി ആണെങ്കിൽ പോലും എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരുപാട് ഓയിലി സ്കിന്നുകാരാണ്, പക്ഷേ നമ്മൾ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ എൻ്റെ സ്കിന്നിൽ ഒത്തിരി ഓയിലുണ്ടല്ലോ അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടല്ലോ, ഇനി എനിക്കത് സ്കിൻ കെയറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടോ, എനിക്ക് ഇനി എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കിൻ ഒന്നുകൂടെ ഡള്ളാവും എന്നൊക്കെ വിഷമിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെങ്കിൽ അതിനുള്ള ഒരു സ്കിൻ കെയർ നമ്മൾ ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളുടെ സ്കിന്നിൻ്റെ ഓയിൽ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിന്നിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഇതുപോലത്തെ പാക്കുകളൊക്കെ നമ്മൾ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പാക്ക് കൊണ്ടുപോകുക, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക. കാരണം ഓൾറെഡി നമുക്ക് അത്രയും ഓയിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക, ഫേസ് വാഷ് മാറ്റുക, ക്ലെൻസർ എടുക്കുക. അപ്പോൾ ക്ലെൻസർ എന്താണെന്ന് പലർക്കും അറിയാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ എടുത്ത് പറയുന്നുണ്ട്. ക്ലെൻസർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫേസിനെ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ക്ലെൻസർ. അതേ സമയത്ത് ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മളുടെ
സ്കിന്നിൻ്റെ പുറമേ കാണുന്ന ലെയർ മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഈ ഫേസ് വാഷിലെന്ന് പറയണത് നമുക്ക് pH നോക്കണം. നമുക്ക് സോപ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാത്തത്? pH. അപ്പോൾ അതുപോലെ തന്നെ ഹൈ pH. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും നിർബന്ധമായിട്ടും ക്ലെൻസർ എടുക്കുക, ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ പല ആൾക്കാരും ഒരുപാട് എന്താ പറയുക, തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരുപാട് കാര്യമുണ്ട്. ചിലതിൽ ഇത് ആയുർവേദിക്കാണ്, അല്ലെങ്കിൽ നമ്മളൊരു കറ്റാർ വാഴയുടെ ഒരു പിക്ചർ കണ്ടാൽ തന്നെ ഇത് കൊള്ളാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ പ്രൊഡക്റ്റുകളെല്ലാം കൂടുതൽ ഫോക്കസ് ചെയ്യും. പക്ഷേ അതിലൂടെ ഒരുപാട് സ്കിന്നിന് പ്രോബ്ലം വരുന്നവരും എനിക്കറിയാം. അപ്പോൾ എപ്പോഴും പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അത് കറക്റ്റാണോ എന്നൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ടോ, പൈസ മാത്രം നോക്കാതെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റുകൾ മേടിക്കുക. അതുപോലെ ഡയറക്റ്റായിട്ട് കറ്റാർ വാഴ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇതൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം സ്കിന്നിന് ഒരുപാട് രീതിയിലുള്ള അലർജി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓയിലി സ്കിന്നുകാർക്ക് നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് പാക്കാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എല്ലാം വാട്ടർ ബേസ്ഡ് ആയിട്ട് എടുക്കുക. ക്ലെൻസർ വേണം, മോയ്സ്ചർ വേണം, സൺസ്ക്രീൻ വേണം. അതിലെല്ലാം തന്നെ ഒന്നും തന്നെ ക്രീം കണ്ടൻറ്റ് ഇല്ലാത്ത രീതിയിൽ എടുക്കുക. അതുപോലെ കുളി കഴിഞ്ഞ ഉടനെ നമ്മളൊരു ബോഡി ലോഷൻ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, വെള്ളം നല്ലപോലെ കുടിക്കുക. അതുപോലെ അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും ഉറക്കം ഭയങ്കര പ്രയോറിറ്റിയാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ഉറപ്പ് വരുത്തുക. കാരണം ഈ മാസം നല്ല എപ്പോഴും നമുക്ക് നമ്മളുടെ ഹെൽത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഉറക്കം, ഇല്ലേ? നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അതുമാത്രമല്ല, നമുക്ക് ചില ആൾക്കാർക്ക്, നമുക്ക് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ലല്ലോ, ഒരുപാട് രീതിയിലുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതിൻ്റെ ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് നമ്മൾ ഉറക്കം ഇല്ലാതിരിക്കുക. മാക്സിമം നമ്മളുടെ ഒരു ടൈം, നമ്മളുടെ ഒരു ഹെൽത്ത്, ഇതിനൊക്കെ നമുക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉറക്കത്തിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കറക്റ്റ് ഒരു 7 to 8 മണിക്കൂർ ഉറങ്ങുക. അത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ തന്നെ നമ്മളുടെ സൗന്ദര്യത്തിന് ഒരുപാട് നമ്മളുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും. ഹെയർ ഫോൾ കുറയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കാരണം ഒരുപാട് പേരുടെ കണ്ണൊക്കെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ റീസൺ എന്താ? സ്ട്രെസ് ഉണ്ട്, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ മാസം പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കേണ്ട ഒരു ടൈം ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ റിലാക്സ് ചെയ്യുക, കൂളായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പാക്ക് പറഞ്ഞുതരാം, ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വേറൊന്നുമല്ല, നമുക്ക് സാൻഡൽവുഡ് പൗഡർ എടുക്കാം, അതിലേക്ക് കുറച്ച് നമുക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ മുൾട്ടാണി മെട്ടി, കുറച്ച് റോസ് വാട്ടർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വരിക. അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് നന്നായിട്ട് ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വേറെ ഒന്നും വേണ്ട, നമുക്കൊരു ക്ലേ മാസ്കായിട്ട് നമുക്ക് മുൾട്ടാണി മെട്ടി എടുക്കാം. മുൾട്ടാണി മെട്ടിയും ദെൻ അതിലേക്ക് കുറച്ച് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തെടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നാരങ്ങ നീരോ ഇതൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി. അതുപോലെ തന്നെ മുൾട്ടാണി മെട്ടി ആണെങ്കിൽ പോലും ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു പാക്കാണ് മുൾട്ടാണി മെട്ടി. കാരണം നമ്മൾ ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാൻഡൽവുഡ് പൗഡറും ഇതൊന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുക്കുക, ദെൻ കുറച്ച് നമ്മൾ ഇതുപോലെ തന്നെ മുൾട്ടാണി മെട്ടി, റോസ് വാട്ടർ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിലും മുൾട്ടാണി മെട്ടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലേ മാസ്ക് ആയിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് വെക്കുക, അതിനുശേഷം വാഷ് ചെയ്യുക. 20 മിനിറ്റ്സ് കൊണ്ട് ഇത് കംപ്ലീറ്റ് അബ്സോർവ് ആയി നല്ല ഡ്രൈ ആയതിനു ശേഷം വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നുകാർ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. സ്കിൻ കെയർ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ 3 മാസത്തെ നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് നാൽപ്പാമരത്തി മിൽക്ക് ക്ലെൻസർ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക. ഒരുപാട് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.